ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 17 അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. ആ വചനം ഇപ്രകാരമാണ്: ഇത്രയും പറഞ്ഞതിന് ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. പിതാവേ, സമയമായിരിക്കുന്നു. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. എന്തെന്നാൽ അവിടുന്ന് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടതിന് എല്ലാവരുടെ മേൽ അവൻ അവിടുന്ന് അധികാരവും നൽകിയിരിക്കുന്നുവല്ലോ. ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ആകയാൽ പിതാവേ, ലോക സൃഷ്ടിക്ക് മുൻപ് എനിക്ക് അവിടുത്തോടു കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാം ഈ വചനം വായിച്ച് ധ്യാനിച്ച് ഈ വചനത്തോടൊപ്പം ജീവിക്കുന്ന എല്ലാവരെയും സ്വർഗീയ പിതാവ് അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യും. ഈ വചനത്തിലെ 17 അധ്യായം 3 വാക്യത്തിൽ പറയുകയാണ്: ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. നാം യേശുവിനെ അറിഞ്ഞ് യേശുവിനെ സ്നേഹിച്ച് യേശുവിൻ്റെ മക്കളായി മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നിത്യജീവൻ. ഹല്ലേലൂയ. ഈ നിത്യജീവൻ കരസ്ഥമാക്കാൻ വേണ്ടിയാണ് നമ്മൾ നിരന്തരം യേശുവിനെ സ്തുതിക്കുകയും യേശുവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ മറ്റൊന്നുമല്ല നമുക്ക് ആവശ്യം. നമുക്ക് നിത്യജീവൻ തന്നെയാണ് ആവശ്യം. ഹല്ലേലൂയ. ആ നിത്യജീവൻ നമ്മളിൽ നിലനിൽക്കുമെങ്കിൽ നമുക്കിഷ്ടമുള്ളത് ദൈവത്തോട് ചോദിക്കുക, ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനും നീതിമാനുമായ സ്വർഗീയ പിതാവേ, അങ്ങയുടെ തിരുനാമ മഹത്വത്തിനായി അങ്ങ് നൽകിയവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവേ, അവരുടെ ആവശ്യങ്ങളെ അങ്ങ് നടത്തി കൊടുക്കണമേ. അവരെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ. അവരെ എല്ലാം ശക്തിപ്പെടുത്തണമേ. പിതാവേ, ഇപ്പോൾ രോഗത്താൽ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്നു. കടബാധ്യതയാൽ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്നു. രോഗമില്ലാതെ കർത്താവെ അലഞ്ഞ് തിരിഞ്ഞ് എങ്ങനെ ജീവിക്കണമെന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു. പിതാവെ, ജോലി ഉണ്ടായിട്ട് ശമ്പളം കിട്ടാത്ത മക്കളെ സമർപ്പിക്കുന്നു. അവരെല്ലാം സമർപ്പിക്കുന്നു കർത്താവെ. അപ്പാ, വളരെയേറെ വേദന അനുഭവിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു കർത്താവെ. അപ്പാ, നന്ദിയോടെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അനുഗ്രഹിക്കണമേ. അവർക്ക് ആവശ്യമായ എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെ മേൽ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം ഈ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ഈ വചനത്തോടൊപ്പം ജീവിക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.